അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി അൽ ഫായിസീന ബിറിളല്ലാഹി മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, വിധികർത്താക്കളെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഈ ഒരു നിമിഷത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കൊണ്ടുവന്ന വിഷയം കേരളീയ ഉലമയും മുസ്ലിം സമൂഹവും വർത്തമാനത്തിൻ്റെ ചരിത്ര സാധ്യതകൾ എന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു അവതരണമായി വന്നിരിക്കുന്നത്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ ഇത് ഒട്ടേറെ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നൊരു വിഷയമാണ്. പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലെ പണ്ഡിത ഉലമാക്കൾ കേരളത്തിലെ മുസ്ലിം സമൂഹത്തോട് ചെയ്ത അവിടുത്തെ സംഭാവനകളും നിലവിൽ ഈ ഒരു വർത്തമാന കാലഘട്ടത്തിൽ മുസ്ലിം സമൂഹത്തോട് ഏതെല്ലാം രീതിയിൽ ഇടപഴകുന്നുണ്ട്, അതിലുപരി നമ്മുടെ ചരിത്രങ്ങളായ പണ്ട് ചരിത്രങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഉലമാക്കൾ നമ്മുടെ കേരളത്തിലുള്ള ഓരോ സമൂഹങ്ങൾക്കും മറക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. നമുക്ക് സമയം കളയാതെ വേഗം കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാം. ആദ്യമായിട്ട് നമുക്ക് പറയാനുള്ളത് കേരളീയ മുസ്ലിം ഉലമ ചരിത്രവും വർത്തമാനവും എന്ന, അതായത് നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ചരിത്രത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും മാലിക് ഇബ്നു ദിനാറിൻ്റെ ആ ഒരു കേരളത്തിലേക്കുള്ള വരവും അവിടെ നിന്ന് മുതൽ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെ കാലഘട്ടം വരെ പൂർണ്ണമായ ഒരു ഇസ്ലാമിൻ്റെ വൈജ്ഞാനിക മുന്നേറ്റം ഉണ്ടായിരുന്നു എന്നത് നമുക്കെല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. കാരണം ആ ഒരു മാലിക് ഇബ്നു ദിനാറിൻ്റെയും പിന്നെ സൈനുദ്ദീൻ മഖ്ദൂമിൻ്റെയും ഇടയിലുള്ള കുറച്ച് നൂറ്റാണ്ടുകളിൽ അവിടുത്തെ വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ റിപ്പോർട്ടുകളെല്ലാം കിതാബുകളിൽ വലിയ രീതികളിലൊന്നും ആധികാരികമായിട്ട് പരാമർശിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, പിന്നീടുള്ള നമ്മുടെ കേരളത്തിൻ്റെ ഒരു വൈജ്ഞാനിക ചരിത്രത്തിൻ്റെ തുടക്കം തന്നെ നമുക്ക് പറയാൻ പറ്റും 16-ാം നൂറ്റാണ്ടിലെ സൈനുദ്ദീൻ മഖ്ദൂമും അവിടുത്തെ കുടുംബവും കേരളത്തിലേക്ക് വന്നതിന് ശേഷം ഇവിടെ അവർ ഇസ്ലാമികമായ ഒരു നല്ല ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച് അതിൻ്റെ ഒരു പാതയാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിലുള്ള രണ്ട് സമസ്തകളും മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത് കേരള മുസ്ലിം ചരിത്രത്തിലെ പണ്ഡിതന്മാരുടെ സ്ഥാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ പണ്ഡിതന്മാരുടെ നിലവിലുള്ള സ്ഥാനം. നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേരളത്തിൽ സംഭവം ഉണ്ടായിരുന്നു, നിമിഷപ്രിയയുടെ ഒരു വിഷയം. ആ ഒരു വിഷയത്തിൽ നമ്മുടെ എല്ലാ ഉസ്താദായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ അവരുടെ ഇടപെടൽ അത് എത്രത്തോളം ലോകതലത്തിൽ എത്രത്തോളം ഒരു ഉലമായിൻ്റെ സ്ഥാനം ഉയർന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടവരാണ്. അതുപോലെ തന്നെ നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്ന സൈനുദ്ദീൻ മഖ്ദൂമും കൂട്ടരും ഇവിടെ ഒരു പുതിയൊരു ലിപി ഉണ്ടാക്കിയിട്ടുണ്ട്, അറബി മലയാളം സാഹിത്യ ലിപി. ഈ ഒരു ലിപി എത്രത്തോളം കേരളത്തിലുള്ള എല്ലാ സമൂഹവും ഒരുമിച്ച് അത് ചേർത്ത് വാങ്ങുകയും അതിൽ നിന്ന് ആ ഒരു ഭാഷയെക്കുറിച്ച് വളരെയധികം റെഫർ ചെയ്തുകൊണ്ട് അതിനെ റിസർച്ച് ചെയ്തുകൊണ്ടും ഇപ്പോഴും നിലവിൽ ആ ഒരു ഭാഷയുടെ പ്രാമുഖ്യത്തെക്കുറിച്ച് മറ്റു അമുസ്ലിമായ വലിയ ആളുകളൊക്കെ പറയാറുണ്ട്. അത് ഒരു മുസ്ലിമുകളുടെ ഒരു പ്രധാന സംഭാവനയാണ് അറബി ഭാഷ സാഹിത്യം എന്നുള്ളത്, അറബി മലയാള ഭാഷ സാഹിത്യം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ള ഉലമാക്കൾക്കുള്ള സ്ഥാനം അത് എത്രയോ ഉയരങ്ങളിലാണ്. പ്രധാനമായിട്ടും വൈജ്ഞാനിക മുന്നേറ്റത്തിൻ്റെ കാര്യങ്ങളിൽ നോക്കുമ്പോൾ നമ്മുടെ ഉലമാക്കൾ ഇവിടെ മദ്രസ പ്രസ്ഥാനം കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ഒരു പ്രസ്ഥാനം നമ്മുടെ മുസ്ലിം സമൂഹത്തിനിടയിൽ നമ്മുടെ ഉലമാക്കൾക്ക് എത്രത്തോളം ഒരു സ്ഥാനമുണ്ട് എന്നത് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. പിന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് സാമൂഹിക പരിഷ്കരണവും വൈജ്ഞാനിക വിപ്ലവവും എന്നാണ്. നമുക്കെല്ലാവർക്കും അറിയാം കേരളത്തിൽ ഒരു ഇസ്ലാം വരുന്നതിന് മുമ്പ് ഇവിടെ
അന്ധവിശ്വാസപരമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത്. അതായത് ശൈശവ വിവാഹം പോലത്തെ ഒരു ഭർത്താവ് മരിച്ചാൽ ഭാര്യ തീയിലേക്ക് ചാടിക്കൊണ്ട് അവിടെ നിന്ന് മരിക്കുക, അങ്ങനെയുള്ള ഓരോ സിസ്റ്റമാറ്റിക് ഒരു അന്ധവിശ്വാസ സിസ്റ്റമാറ്റിക് കാര്യങ്ങളൊക്കെ ഇവിടെ കേരളത്തിൽ നടന്നിരുന്നു. ആ ഒരു കാര്യങ്ങളെയെല്ലാം ബഹിഷ്കരിക്കുന്നത് ശ്രീനാരായണ ഗുരു പോലത്തെ പിന്നെ അയ്യങ്കളിയെ പോലത്തെ ആളുകൾ വന്ന് അതിനുവേണ്ടി പ്രതിഷേധിക്കുകയും അങ്ങനെയൊക്കെയാണത് മാറുന്നത്. അത് ഒട്ടാകെ ഒരു അന്ധവിശ്വാസം മാറ്റുന്നത് തന്നെ ഇസ്ലാം കേരളത്തിലേക്ക് വന്നതിന് ശേഷമാണ്. ഇസ്ലാം മഖ്ദൂമിമാരുടെ കാലഘട്ടങ്ങൾക്ക് ശേഷം ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും സമൂഹത്തിലേക്ക് നുയർന്നു കയറുന്ന സമയത്തിലാണ് ആളുകൾക്ക് ഇസ്ലാമി എന്ന ഒരു മതം യഥാർത്ഥത്തിൽ എത്ര രീതിയിൽ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ആ മതം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നു എന്നത് ആ ഒരു മതത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നു എന്ന് സമൂഹം തിരിച്ചറിയുന്നത്. ഇതുപോലത്തെ അന്ധവിശ്വാസങ്ങൾക്കിടയിലൂടെ എല്ലാവരെയും ഒരുപോലെ കാണുകയും സമൂഹത്തിൽ നല്ല രീതിയിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തുന്ന മുന്നേറ്റങ്ങൾ മഖ്ദൂമമാർ കാഴ്ചവെക്കുമ്പോഴാണ് മറ്റുള്ള സമൂഹങ്ങളെല്ലാം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അതുമാത്രമല്ല, പിന്നെ വൈജ്ഞാനിക വിപ്ലവം സൃഷ്ടിക്കുന്നത് തന്നെ മുമ്പ് പറഞ്ഞല്ലോ മദർസ പോലത്തെ വൈജ്ഞാനിക മുന്നേറ്റം. മദർസ നമ്മുടെ MA ഉസ്താദ് ഇവിടെ നമ്മുടെ കേരളത്തിൽ ചെലുത്തിയ ഒരു മദർസ പ്രസ്ഥാനം അത് വളരെയധികം വിജയകരമായി ഇപ്പോഴും നിലനിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. നിഗൂഢമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുസ്ലിങ്ങളിലെ എല്ലാ വീടുകളിലും എല്ലാവർക്കും ഒരുപോലെ ഇസ്ലാമിൻ്റെ അറിവുകൾ ലഭിക്കാത്ത ഒരു സമയത്ത് മദർസ പ്രസ്ഥാനം എന്ന ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്ന് എല്ലാ വീട്ടിലുള്ള എല്ലാ കുട്ടികൾക്കും ആ ഒരു കാര്യങ്ങൾ ഒത്തൊരുമിച്ച് പഠിക്കാനുള്ള ഒരു പദ്ധതി കേരളത്തിലുള്ള ഉലമാക്കൾ കൊടുക്കുന്നത് ഈ ഒരു സമൂഹത്തിന് ചെയ്ത ഏറ്റവും വലിയൊരു സംഭാവന തന്നെയാണ്. പിന്നെ നമുക്ക് അടുത്തതായി പറയാൻ പറ്റും പൈതൃകത്തിൻ്റെ അടിത്തറ എന്നൊരു ഫോണ്ടിൽ നമ്മൾ നോക്കുമ്പോൾ പാരമ്പര്യവും ആധുനികതയും തമ്മിലുള്ള സംവാദം നമ്മുടെ മാലിക് ദിനാർ മുതൽ മഖ്ദൂമിമാർ മുതൽ നമ്മുടെ ഈ 1900 2000 ഈ കാലഘട്ടം വരെ നമ്മുടെ ആ ഒരു മാലിക് ദിനാർ അവിടെ നിന്ന് റസൂലുള്ളാഹിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു യഥാർത്ഥ ഇസ്ലാം അത് മഖ്ദൂമിമാരും ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് സമസ്തകളും മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്ന ഈ ഒരു ആദർശ മുന്നേറ്റത്തിൻ്റെ ഇടയിൽ ഒരു ഇടർച്ച ഉണ്ടാക്കുന്ന ഒരു കാലം വന്നിരുന്നു. 1911 20 ആ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ഈ ഒരു ഇസ്ലാമിലെ ഈ അഹ്ലുസുന്ന വൽ ജമാഅത്ത് വിശ്വസിക്കുന്ന യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഇടയിലേക്ക് ഒരു ഇടർച്ച സംഭവിക്കുന്ന ഒരു കാലഘട്ടം. അതായത് നമ്മുടെ ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരാളുടെ മനസ്സിലുള്ള അയാൾ വിശ്വസിക്കുന്ന വിശ്വാസത്തെ അയാൾ ഒന്നുകൂടി ചിന്തിപ്പിച്ചുകൊണ്ട് ആ ഒരു വിഭാഗത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രീതിയിലുള്ള ചിന്തകളെ ഒന്നും കൂടി പ്രേരിപ്പിച്ചുകൊണ്ട് അയാളെ ഇസ്ലാമിൽ നിന്ന് വല്ല തള്ളിയെടുക്കാനുള്ള രീതിയിലുള്ള ആശയങ്ങൾ 1920 ആ ഒരു 11 കാലഘട്ടത്തിൽ വന്നപ്പോൾ അന്നാണ് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിലുള്ള ഉലമാക്കൾ 1926 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് സമസ്ത രൂപീകരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഈ ഒരു ആശയങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്ന ആശയങ്ങളെ നമ്മളെല്ലാവരും അത് കൊണ്ടുവരുന്ന ആളുകളെ തുരത്തി ഓടിക്കാനുള്ള രീതിയിലുള്ള ഒരു കേരളത്തിലെ എല്ലാ ഉലമാക്കളും ഒത്തുചേർന്നുകൊണ്ട് ഒരു നിർമ്മിച്ച സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നുള്ള സംഘടന. അങ്ങനെയാണ് അതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതുമാത്രമല്ല, പിന്നെ പ്രധാനമായിട്ടും ഉള്ളത് ആ ഒരു സമയത്ത് നമ്മുടെ മുസ്ലിങ്ങൾക്ക് എതിരെ വന്ന ആശയങ്ങൾക്ക് അത് ഖുത്ബ അറബിയിലൂടെ ഇവിടെ പ്രചരിപ്പിച്ച മുജാഹിദീങ്ങൾക്കെതിരെ അന്ന് നമ്മുടെ സമൂഹത്തിലുണ്ടായിരുന്ന പണ്ഡിത ഉലമാക്കൾ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാറിനെ പോലത്തെ KS മുസ്ലിയാറിനെ പോലത്തെ അന്നത്തെ യുവ പണ്ഡിതന്മാരായിരുന്നു അവർ മുജാഹിദീങ്ങളെ നമ്മുടെ ഈ ഒരു കേരളത്തിൻ്റെ ഈ ഒരു പരമ്പര കാത്തു സൂക്ഷിക്കുന്ന രീതിയിലൂടെ ഈ ഒരു ആധുനികമായിട്ട് വരുന്ന ഓരോ വർഗീയവാദങ്ങളും ഇസ്ലാമിൻ്റെ ആശയങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാദങ്ങളെ എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിന്ന് അതെന്താണെന്ന് തിരിച്ചു കാണിക്കുന്ന രീതിയിൽ നമ്മുടെ പണ്ഡിതന്മാർ അന്ന് വളരെയധികം പണിയെടുത്തിട്ടുണ്ട്. ആ ഒരു പണിയെടുത്തതിൻ്റെ പേരിൽ തന്നെയാണ്, ആ ഒരു പാരമ്പര്യത്തിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴും നമ്മുടെ രണ്ട് സമസ്തകളും ആ ഒരു ആദർശം ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോരുന്നുണ്ട്. ഇപ്പോഴും പലയിടങ്ങളിൽ ആദർശ മുഖാമുഖങ്ങളും സംവാദങ്ങളും നടക്കാറുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ആ ഒരു യഥാർത്ഥ ആ പാരമ്പര്യത്തെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന ലക്ഷ്യമാക്കിക്കൊണ്ടാണ്.
നമ്മുടെ ഈ കേരളത്തിലുള്ള ഉലമാക്കൾ ഈ ഒരു പദ്ധതി പരിപാടി നടത്തുന്നത് തന്നെ. അതുമാത്രമല്ല, പിന്നെ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് സാമുദായിക കെട്ടുറപ്പിൽ പണ്ഡിതന്മാർ വഹിച്ച പങ്ക്. അത് നമുക്ക് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സമുദായത്തിൻ്റെ ഇടയിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, ഒരു മുസ്ലിം മതത്തിന് എതിരെ വരുന്ന പല നെഗറ്റീവുകൾക്ക് കുറേ ആളുകൾ പല കമൻറ്റുകൾ അടിക്കുന്ന സമയത്ത് നമ്മുടെ യുവ പണ്ഡിതന്മാർ ഏതെല്ലാം രീതിയിൽ അത് കണ്ടുകൊണ്ട് അത് കണ്ട് അതിന് നല്ല രീതിയിൽ ഇസ്ലാമിക വശങ്ങളെല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ഇസ്ലാമിൻ്റെ മതത്തിന് ഒരു പോരായ്മ കൂടാതെ ആ ഒരു രീതിയിൽ എന്താ പറയുക, ഇസ്ലാമിൻ്റെ ആ ഒരു ആദർശം മുന്നോട്ട് കൊണ്ടുപോകുന്നു. യുവ പണ്ഡിതന്മാർക്ക് വലിയ എന്താ പറയുക, നമ്മുടെ വലിയ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുകയും അവർ ആ രീതിയിൽ ഇസ്ലാമിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ആ ഒരു കാര്യം നമ്മുടെ കേരളത്തിലുള്ള പണ്ഡിതന്മാരുടെ ആ ഒരു പങ്കിനെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ പ്രധാനമായിട്ടും യുവ പണ്ഡിതന്മാർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സമൂഹത്തിനോട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു യഥാർത്ഥ ഒരു ഇസ്ലാമിൻ്റെ ആ ഒരു ചര്യയെ അവർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ഒരു പങ്കിനെ നമ്മൾ വളരെയധികം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറയുകയാണ്. പിന്നെ പ്രത്യേകിച്ച് മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം, അത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇപ്പം നമ്മുടെ ദർസ് സിസ്റ്റങ്ങളൊക്കെ മാറി ദാവാ കോളേജ് സിസ്റ്റങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മതവും ഭൗതികവും ഒരേപോലെ വിദ്യാഭ്യാസം നമ്മളിലേക്ക് നുകർന്നുകൊണ്ടിരിക്കുന്ന ഒരു ആശയം കേരളത്തിലുള്ള ഉലമാക്കൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രധാനമായിട്ടും ഇപ്പോഴുള്ള ദാവാ കോളേജുകളാവട്ടെ പിന്നെ മദ്രസകളിലാവട്ടെ എല്ലാം സിസ്റ്റമാറ്റിക്കൽ മാറിക്കൊണ്ട് മതവും ഭൗതികവും എല്ലാ വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള പദ്ധതികളൊക്കെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒട്ടേറെ കാര്യങ്ങളൊക്കെ ഇതിൽ. പിന്നെ സർവകലാശാലയിലുള്ള നമ്മുടെ യുവ പണ്ഡിതന്മാരുടെ ഇടപെടൽ നമുക്കെല്ലാവർക്കും അറിയാം. ഡോക്ടർ ഫൈസൽ അഹ്സനി രണ്ടത്താണി, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് അറബിക് പ്രൊഫസറാണ്. അതുപോലെ നമ്മുടെ പണ്ഡിതന്മാർ ഇതുപോലെ സർവകലാശാലയിലേക്ക് വരികയും അവിടെ നിന്നൊക്കെ നമുക്കൊരു ആദർശവഴിയാണ്. അതുപോലെ തന്നെ എന്താ പറയുക, ഇതുപോലെ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. സമൂഹത്തിലെ വെല്ലുവിളി, ലഹരി പോലത്തെ വെല്ലുവിളികളും അങ്ങനത്തെ വെല്ലുവിളിക്കെതിരെ സമരങ്ങൾ ചെയ്തുകൊണ്ട് പ്രതിഷേധിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ സംഭാവനകളും നമ്മൾ മറക്കാൻ പാടില്ല. ഇതുപോലത്തെ ഓരോ കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ഇസ്ലാമിലെ സാമൂഹികപരമായിട്ട് നമ്മുടെ പണ്ഡിതന്മാർ നിൽക്കുന്ന ആ ഒരു പങ്ക് നാം എല്ലാവരും മനസ്സിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിനെ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.